വാഹനങ്ങളുടെ സുരക്ഷയിലും യാത്രയുടെ സുഖസൗകര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് ടയറുകൾ. നാം നിത്യേന റോഡുകളിൽ കാണുന്ന ഈ ടയറുകൾ ഫാക്ടറികളിൽ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത്യാധുനിക സാങ്കേതിക വിദ്യയും യന്ത്രസാമഗ്രികളും ഒത്തുചേരുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഓരോ ടയറിന് പിന്നിലുമുള്ളത്. ആയിരക്കണക്കിന് വ്യത്യസ്ത തരം ടയറുകൾ നിർമ്മിച്ച് ലോകമെമ്പാടുമുള്ള 109-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന തായ്വാനിലെ ഒരു പ്രമുഖ ഫാക്ടറിയിലെ ദൃശ്യങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ റേസിംഗ് മത്സരങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അത്യാധുനികവും ഈടുനിൽക്കുന്നതുമായ ടയറുകൾ രൂപപ്പെടുന്ന വഴി വളരെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഈ വലിയ നിർമ്മാണ പ്രക്രിയയുടെ ആദ്യഘട്ടം തുടങ്ങുന്നത് അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ തിരഞ്ഞെടുപ്പിലും അവയുടെ കൂട്ടിച്ചേർക്കലിലുമാണ്. ഉയർന്ന ഗുണനിലവാരമുള്ള പ്രകൃതിദത്തമായ റബ്ബറും അതിനാവശ്യമായ വിവിധതരം കെമിക്കലുകളും കൃത്യമായ അളവിൽ തൂക്കിയെടുത്താണ് ഇതിനുള്ള കൂട്ടൊരുക്കുന്നത്. ഈ ചേരുവകളെല്ലാം ഒരു വലിയ മിക്സിംഗ് യന്ത്രത്തിന്റെ ഉൾഭാഗത്തേക്ക് നിക്ഷേപിക്കുന്നു. യന്ത്രത്തിനുള്ളിലെ ശക്തമായ റോളറുകൾ ഇവയെ ഒരുമിച്ച് ചേർത്ത് വളരെ ശക്തമായി അടിച്ചെടുത്ത് ഒരു പ്രത്യേക പാകത്തിലേക്ക് മാറ്റിയെടുക്കും. ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കുന്ന റബ്ബർ മിശ്രിതത്തെ വലിയ റോളറുകൾക്കിടയിലൂടെ കടത്തിവിട്ട് നീളമുള്ള ഷീറ്റുകളുടെ രൂപത്തിലാണ് യന്ത്രത്തിൽ നിന്നും പുറത്തേക്ക് വേർതിരിച്ചെടുക്കുന്നത്. ഈ നീളമുള്ള റബ്ബർ ഷീറ്റുകളെ തൊഴിലാളികൾ ഒന്നിനുമേൽ ഒന്നായി മടക്കിവെക്കുകയും പിന്നീട് അവയുടെ കഠിനമായ ചൂട് കുറയ്ക്കാനായി പ്രത്യേക ഫാനുകളും തണുപ്പിക്കൽ സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്തരീക്ഷ ഊഷ്മാവിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അടുത്തതായി ടയറിന്റെ ഉൾഭാഗത്തിന് കരുത്തു നൽകുന്ന വശങ്ങളുടെയും ഉൾപ്പാളികളുടെയും നിർമ്മാണമാണ് നടക്കുന്നത്. ടയറിന്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളിയായ ഇന്നർ ലൈനർ നിർമ്മിക്കാനായി ഈ റബ്ബർ ഷീറ്റുകൾ വീണ്ടും മറ്റൊരു വലിയ യന്ത്രത്തിലേക്ക് കടത്തിവിടുന്നു. ഇത് ടയറിനുള്ളിലെ വായു പുറത്തുപോകാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിനോടൊപ്പം തന്നെ ടയറിന് കൃത്യമായ ഘടനയും വീൽ റിമ്മുമായി ഉറച്ചുനിൽക്കാനുള്ള കരുത്തും നൽകാൻ സഹായിക്കുന്ന ബീഡ് വയറുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക സ്റ്റീൽ കമ്പികൾ തയ്യാറാക്കുന്നുണ്ട്. റീലുകളിൽ നിന്നും വലിയ വേഗതയിൽ വരുന്ന ഈ മെറ്റൽ വയറുകളുടെ പുറംഭാഗം റബ്ബറിന്റെ ഒരു പാളി കൊണ്ട് പൂർണ്ണമായും പൊതിയുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ ടയറിന്റെ വശങ്ങൾക്ക് ആവശ്യമായ ദൃഢത ഉറപ്പാക്കുന്നു. തുടർന്ന് ടയറിന്റെ ഉൾഭാഗത്തെ പ്രധാന അടിത്തറയായ കാർക്കാസ് പ്ലൈ എന്നറിയപ്പെടുന്ന പ്രത്യേക തുണിത്തരങ്ങളും റബ്ബറും ചേർന്ന പാളികൾ ആവശ്യമായ അളവിൽ മുറിച്ചെടുത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇതിനുശേഷമാണ് ടയറിന്റെ ഏറ്റവും മുകൾ ഭാഗം അഥവാ റോഡുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന ട്രെഡ് ഭാഗത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. വലിയ യന്ത്രസഹായത്തോടെ റബ്ബറിനെ പ്രത്യേക ആകൃതിയിൽ നീളത്തിൽ അമർത്തിയെടുത്ത് അതിൽ ടയറിന്റെ മുകളിലുള്ള ഡിസൈനുകൾ അല്ലെങ്കിൽ വരകൾ പതിപ്പിക്കുന്നു. ഏത് തരം ടയറാണെന്നും ഏത് മോഡലാണെന്നും എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഈ ഭാഗത്ത് പ്രത്യേക നിറങ്ങളിലുള്ള കോഡിംഗ് ലൈനുകൾ യന്ത്രസഹായത്തോടെ വരച്ചു ചേർക്കാറുണ്ട്. തുടർന്ന് കഠിനമായ ചൂടോടെയിരിക്കുന്ന ഈ റബ്ബർ ഭാഗത്തേക്ക് നീളമുള്ള പൈപ്പുകളിലൂടെ തണുത്ത വെള്ളം ശക്തമായി സ്പ്രേ ചെയ്ത് ഇതിന്റെ താപനില പെട്ടെന്ന് തന്നെ കുറയ്ക്കുന്നു. അതിനുശേഷം പ്രത്യേക മോൾഡിംഗ് രീതിയിലൂടെ ഇത് പൂർണ്ണമായും തണുക്കാൻ അനുവദിക്കും. ഇതേ സമയം തന്നെ ടയറിന് മുകളിൽ മറ്റൊരു സുരക്ഷാ കവചമൊരുക്കാൻ സ്റ്റീൽ ബെൽറ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. ഈ സ്റ്റീൽ കമ്പിവലകൾക്ക് മുകളിലും റബ്ബറിന്റെ പാളികൾ നന്നായി ചുറ്റി കൃത്യമായ അളവുകളിൽ മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ ഫാക്ടറിയുടെ വിവിധ ഭാഗങ്ങളിൽ വെവ്വേറെ തയ്യാറാക്കിയ എല്ലാ ഘടകങ്ങളെയും ഒന്നിച്ചു ചേർത്ത് ഒരു പൂർണ്ണമായ ടയർ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് അടുത്ത പ്രധാന ഘട്ടം. വലിയൊരു കറങ്ങുന്ന ഡ്രം പോലെയുള്ള യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഈ കൂട്ടിച്ചേർക്കൽ പ്രക്രിയ നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ടയറിന്റെ ഉൾവശത്തെ പാളികളും കാർക്കാസ് പ്ലൈകളും ബീഡ് വയറുകളും കൃത്യമായ സ്ഥാനങ്ങളിൽ ഒന്നിനുമേൽ ഒന്നായി യന്ത്രം ചുറ്റിയെടുക്കുന്നു. അതിനുശേഷം ഇതിന്റെ പുറംഭാഗത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സ്റ്റീൽ ബെൽറ്റുകളും മുകളിലെ ട്രെഡ് റബ്ബറും കൃത്യതയോടെ ഒട്ടിച്ചു ചേർക്കുന്നു. യന്ത്രത്തിന്റെ കറക്കത്തിലൂടെയും റോളിംഗിലൂടെയും എല്ലാ ഭാഗങ്ങളും പരസ്പരം ശക്തമായി ഒട്ടിപ്പിടിക്കുന്നു. ഈ ഘട്ടത്തിൽ ടയറിന് നാം കാണുന്ന സാധാരണ രൂപം കൈവരുമെങ്കിലും ഇത് വളരെ മൃദുവായ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇതിനെ ഗ്രീൻ ടയർ എന്നാണ് സാങ്കേതികമായി വിളിക്കുന്നത്. ഇങ്ങനെ രൂപപ്പെടുത്തിയ മൃദുവായ ടയറിനെ ശക്തവും യഥാർത്ഥത്തിൽ റോഡിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാക്കാൻ വൾക്കനൈസേഷൻ എന്നറിയപ്പെടുന്ന കെമിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. വലിയ ചൂടുള്ള പ്രസിംഗ് മോൾഡുകളിലേക്ക് ഈ പച്ച ടയറുകൾ ഇറക്കിവെച്ച് ഉയർന്ന ചൂടും വലിയ തോതിലുള്ള ആവിയുടെ സമ്മർദ്ദവും നൽകി നിശ്ചിത സമയത്തേക്ക് വേവിച്ചെടുക്കുന്ന രീതിയാണിത്. ഈ പ്രക്രിയയിലൂടെയാണ് റബ്ബറിലെ തന്മാത്രകൾ തമ്മിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുകയും റബ്ബറിന് ഉയർന്ന ഇലാസ്തികതയും റോഡിലെ കഠിനമായ ചൂടിനെയും ഘർഷണത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷിയും തേയ്മാനത്തെ ചെറുക്കാനുള്ള കരുത്തും ലഭിക്കുന്നത്. ഈ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ ടയറിന്റെ മുകളിലുള്ള യഥാർത്ഥ ഡിസൈനുകളും ബ്രാൻഡ് നാമങ്ങളും അതിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടാകും.
വൾക്കനൈസേഷൻ കഴിഞ്ഞു പുറത്തുവരുന്ന ടയറുകളുടെ വശങ്ങളിൽ കാണുന്ന അധികമുള്ള ചെറിയ റബ്ബർ ഭാഗങ്ങളും നൂലുകളും തൊഴിലാളികൾ ബ്ലേഡുകൾ ഉപയോഗിച്ച് വളരെ വൃത്തിയായി മുറിച്ചുമാറ്റുന്നു. നിർമ്മാണം പൂർത്തിയായ ടയറുകൾ നേരിട്ട് വിപണിയിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത്. കണിശമായ പലതരം ഗുണനിലവാര പരിശോധനകളാണ് അടുത്തതായി നടക്കുന്നത്. വിദഗ്ധരായ തൊഴിലാളികൾ ഓരോ ടയറും ശക്തമായ വെളിച്ചത്തിൽ കൈകൊണ്ട് തൊട്ടും നോക്കിയും സൂക്ഷ്മമായി പരിശോധിക്കുന്നു. അതിനുശേഷം ടയറിന്റെ ഭാരം, കനം, എല്ലാ വശങ്ങളും ഒരേ അളവിലാണോ ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആധുനിക കമ്പ്യൂട്ടർ യന്ത്രങ്ങളുടെ സഹായത്തോടെ കൃത്യമായി അളക്കുന്നു. തുടർന്ന് ടയറിന്റെ ബാലൻസിംഗ് പരിശോധിക്കുകയും പ്രത്യേക യന്ത്രങ്ങളിൽ ഘടിപ്പിച്ച് റോഡിലെ വിവിധ സാഹചര്യങ്ങളെ ഇത് എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നറിയാൻ കഠിനമായ ട്രാക്ഷൻ ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യുന്നു. ഈ പരിശോധനകളെല്ലാം വിജയകരമായി പൂർത്തിയാക്കുന്ന ടയറുകൾ മാത്രമാണ് ഒടുവിൽ വിപണിയിലേക്കും വലിയ വാഹനങ്ങളിലേക്കും റേസിംഗ് ട്രാക്കുകളിലേക്കും യാത്ര തിരിക്കുന്നത്. വളരെ സങ്കീർണവും എന്നാൽ കൃത്യതയാർന്നതുമായ ഈ നിർമ്മാണ വൈദഗ്ധ്യമാണ് ഓരോ സുരക്ഷിത യാത്രയ്ക്ക് പിന്നിലും നിലകൊള്ളുന്നത്.